നെഗറ്റീവ് തോട്ട്സ് അതല്ലെങ്കിൽ മോശം ചിന്തകൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ നമ്മളെ പിന്നോട്ട് വലിപ്പിക്കുന്നതും ഒരു കാര്യം കോൺഫിഡൻറ്റോട് കൂടെ ചെയ്യാൻ പറ്റാത്തതും ഈ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് തന്നെയാണ്. പലർക്കും കോൺഫിഡൻറ്റോട് കൂടി ഇരിക്കണം, പോസിറ്റീവായിട്ട് ഇരിക്കണം എന്നൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ പലർക്കും ഇത് പോസിബിളായിട്ട് വരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക, എപ്പോഴും കോൺഫിഡൻറ്റോട് കൂടെ ഇരിക്കുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓഫ് കോഴ്സ് ഇറ്റ്സ് പോസിബിൾ. പക്ഷേ നമ്മൾ വിചാരിക്കണം. എനിവേ, നമുക്കിവിടെ ജയ് ഷെട്ടിയുടെ തിങ്ക് ലൈക്ക് എ മോങ്ക് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനും ഓവർ തിങ്കിങ് ഒക്കെ ഒഴിവാക്കാനും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രീ ആക്കാനുമായിട്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം ആ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് നൗ. സോ നമ്പർ 1, വേക്ക് അപ്പ് ടൈം. നമ്മളിൽ പലരും രാവിലെ എഴുന്നേറ്റ ഉടനെ എന്താണ് ചെയ്യാറ്? നേരെ മൊബൈൽ ഫോൺ എടുക്കുന്നു, വാട്സപ്പ് എടുക്കുന്നു, ഇൻസ്റ്റഗ്രാം എടുക്കുന്നു, ഫോട്ടോസ് ലൈക്ക് ചെയ്യുന്നു, എക്സെട്ര. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു 95% ആൾക്കാരും ചെയ്യുന്നത്. ബട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ലൈഫിലൊരു ഇമ്പ്രൂവ് വരാൻ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഓതർ പറയുന്നത് നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരിക്കലും ഇങ്ങനെ മൊബൈൽ ഫോണിൽ ഇൻക്ലൂഡ് ആയിട്ടായിരിക്കരുത് എന്നാണ് ജയ് ഷെട്ടി പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന പുസ്തകങ്ങൾ വായിക്കുക, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന കോഡ്സുകൾ വായിക്കുക, അതുപോലെ തന്നെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന സ്പീച്ചുകൾ കേൾക്കുക, എക്സെട്ര. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ വേക്കപ്പ് ടൈമിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഇറ്റ്സ് മൈ ഗുഡ്. മേ ബി ഇന്ന് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ പോലും ദാറ്റ് മീൻസ് ബുക്സ്, ഇൻസ്പിറേഷണൽ കോട്ട്സ്, സ്പീച്ച് എക്സെട്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാനോ കാണാനോ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു മോർണിംഗ് വൈബിൽ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ജനറേഷൻ കൂടുതൽ മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. ആ ഒരു മോർണിംഗ് ടൈമിൽ ആ ഒരു ഫീലുമായിട്ട് ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ ചിന്തകളുടെ ലോകത്ത് കുറച്ചും കൂടി ജെല്ലാവാനായിട്ട് ശ്രമിക്കുക. ദാറ്റ്സ് മേക്ക് യുവർ ലൈഫ് ബെറ്റർ. സോ നെക്സ്റ്റ് വൺ, റൈറ്റ് യുവർ നെഗറ്റീവ് തോട്ട്സ്. നമ്മുടെ മനസ്സിലേക്ക് പല സമയത്തും നെഗറ്റീവ് തോട്ട്സ് വരാറുണ്ട്. നമ്മളൊരു പക്ഷേ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ ജെല്ലായിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഒരു സമയത്തായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യം കംപ്ലീറ്റ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളിൽ കോൺഫിഡൻ്റ് ആയി ഇരിക്കാനോ നമുക്ക് സാധിക്കാറില്ല. സോ ഇവിടെ ഓതർ പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഓരോ സമയത്തും വരുന്ന നെഗറ്റീവ് തോട്ട്സൊക്കെ ജസ്റ്റ് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് അതിൽ എഴുതുക. എന്നിട്ട് ആ ഒരു പേപ്പർ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൂട്ടിയിട്ട് ഒരു വേസ്റ്റ് ബോക്സിലേക്ക് എറിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ 90% നെഗറ്റീവ് തോട്ട്സും അതോടുകൂടെ ഇല്ലാതാവുന്നതാണ്. സോ നെക്സ്റ്റ് വൺ, മ്യൂസിക്. നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോണിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ പോവുകയും പിന്നീട് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ജീവിതം മുഴുവനായിട്ടും ഇൻക്ലൂഡ് ആവുകയും ഓരോ ദിവസവും വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഓരോ കാര്യങ്ങളും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം അത്രയും മനോഹരമായിരിക്കും. മ്യൂസിക്കും ലൈഫും തമ്മിൽ എന്ത് കണക്ഷനാണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വാട്സപ്പിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫും അതോടുകൂടി ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. കാരണം ഇത്രയും മോട്ടിവേഷണൽ ഫീലിംഗ് ഉള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡേയും അത്രയും പോസിറ്റീവായിട്ട് ഇരിക്കാനും ഓരോ വോക്കും കാര്യങ്ങളും നല്ല കോൺഫിഡൻറ്റോട് കൂടെ ചെയ്യാനും ഈ ഒരു മ്യൂസിക് നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. എനിവേ, പലർക്കും നെഗറ്റീവ് തോട്ട്സ് വരുന്നത് കഴിഞ്ഞു പോയ കാലങ്ങളെയൊക്കെ പറ്റി അതല്ലെങ്കിൽ കഴിഞ്ഞു പോയ ലൈഫിലെ പല പല കാര്യങ്ങളെയൊക്കെ പറ്റി ചിന്തിച്ച് കൂട്ടിയിട്ടായിരിക്കും. സോ കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി ചിന്തിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വേസ്റ്റ് ടൈം തന്നെയായിരിക്കും. സോ നമുക്കിനി വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളുണ്ട്, നമ്മുടെ ഡ്രീംസ് ഉണ്ട്, നമ്മുടെ വോക്സ് ഉണ്ട്, ഓരോ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്ന് നിൽക്കുന്നുണ്ട്. സോ ഇതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയതിനെയൊക്കെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പാർട്സ്. സോ അത് നോക്കി നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പ്രൂവ് വരാനായിട്ട് പോകുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ എന്നാലും അവർ കഴിഞ്ഞതിനെ പറ്റി ചിന്തിച്ച് ലൈഫ് വെറുതെ ഡള്ളായിക്കൊണ്ടും പിന്നീട് ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അത്ര വലിയ നല്ല കാര്യമല്ല എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. സോ സ്റ്റേ പോസിറ്റീവ്, ബിൽഡ് എ ബ്യൂട്ടിഫുൾ ലൈഫ്, ബി മോറീവ്, ബി ഇൻസ്പയർ. ഇറ്റ്സ് മീ. സോ ഹാവ് എ നൈസ് ഡേ.